ഹായ് ജെഇ ആസ്പിരൻസ്. ജെഇ മെയിൻ ഫസ്റ്റ് ഫേസിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തിളങ്ങി നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. പേര് വൈഷ്ണവ്. സൈലത്തിൻ്റെ തൃശ്ശൂരുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളായിട്ടുള്ള വിജയഗിരി പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻ്റാണ് വൈഷ്ണവ്. കൺഗ്രാജുലേഷൻസ്. ഗംഭീര റിസൾട്ടാണല്ലേ? യെസ്. എത്രയാണ് വൈഷ്ണവിൻ്റെ പെർസെൻറ്റേജ്? 99.619. ഫസ്റ്റ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് 99.619 എന്ന് പറയുന്ന സ്കോർ എനിക്ക് തോന്നുന്നു ഗംഭീര പെർഫോമൻസ് ആണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ശരിക്കും ഞാൻ എക്സ്പെക്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഷിഫ്റ്റ് ഈസി ആയെന്നുള്ളൊരു ജനറൽ ഐഡിയയിലായിരുന്നു. ഏത് ഷിഫ്റ്റ് ആയിരുന്നു? ഞാൻ 22nd ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് എക്സാം അല്ലേ? എന്നിട്ട് അപ്പൊ ആകെ കുറച്ചൊരു ഡൗൺ ആയി തുടങ്ങുന്ന മാതിരി ഉണ്ടായിരുന്നു. 99 അടിക്കൂല ആ ഒരു ഐഡിയയിലായിരുന്നു. ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ ആകെ മാറി. അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു തുടങ്ങി. ഓക്കെ. അത് വൈഷ്ണവ് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് കുറേ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതായത് ആദ്യത്തെ 2 ദിവസത്തെ പരീക്ഷകൾ ഭയങ്കര ഈസി ആയിരിക്കും, അവസാനത്തെ ഷിഫ്റ്റ് കിട്ടിയവരോട് പോയിട്ട് നിന്റെ ഷിഫ്റ്റ് ഭയങ്കര ടഫായിരിക്കും, നിന്റെ കട്ട് ഓഫ് ഭയങ്കര കുറവായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരു കുറേ സംസാരങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് പാടെ തെറ്റാണെന്ന് തെളിയിച്ചൊരു പരീക്ഷ കൂടിയായിരുന്നത്. കാരണം ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റ് തന്നെ അത്യാവശ്യം നല്ല നല്ല സ്റ്റാൻഡേർഡ് പരീക്ഷയായിരുന്നു. ഈസി ആയിരുന്നില്ല, അത്ര ടഫും ആയിരുന്നില്ല അല്ലേ? ഓക്കെ. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇത്രയും ഒരു പെർസെൻറ്റേജ് ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നോ? ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മാക്സിമം പോയ 98.99 അടുക്കുന്ന ഒരു പേഴ്സൺ അങ്ങനെ പ്രതീക്ഷിച്ചുള്ളൂ. കാരണം കുറെ നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയിരുന്നോ? ചാൻസ് നെഗറ്റീവ് അത്ര അധികം അങ്ങനെ വരാറുണ്ടായിരുന്നില്ലെങ്കിലും ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ അത്യാവശ്യം കുറച്ചുകൂടെ ട്രിക്കി ആയിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ. ഒരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ. വൈഷ്ണവ് നമ്മുടെ വിജയഗിരി പബ്ലിക് സ്കൂളിലെ തൃശ്ശൂർ വിജയഗിരി പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വിജയഗിരി പബ്ലിക് സ്കൂളിലെ ക്ലാസ്സുകളും അവിടുത്തെ ടീച്ചേഴ്സും മെന്റേഴ്സും ഒക്കെ? അവരൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? സപ്പോർട്ട് ശരിക്കും ഭയങ്കര ഡൗൺ ആയി പോവില്ല അവിടെ. അത് ടീച്ചേഴ്സ് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട്. ഞങ്ങളുടെ മാത്സ് ടീച്ചറൊക്കെ വിവേക് സാറാണെങ്കിൽ എപ്പോഴും ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒരു ടൈം വെക്കും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനത്തെ ക്ലാസ്സസ്. മെന്റർമാരും ഭയങ്കര സപ്പോർട്ട്. പഠിപ്പിക്കുന്നതിനും ഭയങ്കര കോൺസെപ്ച്വൽ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ്. അപ്പോ ശരിക്ക് ഒരു ഫീലിൽ ഇങ്ങനെ പോകാൻ പറ്റും. മെറ്റീരിയൽസും ഒക്കെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടല്ലോ. അപ്പൊ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എല്ലാത്തിനും ഉള്ള ഓരോരോ മെറ്റീരിയൽ കുറെ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഓക്കെ. വൈഷ്ണവ് ഡേ സ്കോളർ ആയിരുന്നു അതോ ഹോസ്റ്റലറായിരുന്നോ? ഹോസ്റ്റലായിരുന്നു. എന്തായിരുന്നു ഹോസ്റ്റലിലൊരു പഠനാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോസ്റ്റല് സ്റ്റഡി ടൈം ഒക്കെ ഉണ്ട്. അത് അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ സ്ട്രെസ് ഒന്നും അടിക്കുന്ന മാതിരി ഉണ്ടായിരുന്നില്ല. ഒരു അത്യാവശ്യം കൂൾ മാനറിൽ തന്നെ ആയിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വിളിക്കാൻ സമ്മതിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ്. ഒട്ടൊരു പൂട്ടിയിരിക്കുന്ന മാതിരി ഒന്നും തോന്നില്ല. അതായത് ജയില് പോലെയല്ല, നമ്മൾ കുറച്ചുകൂടി ഒരു ഫ്രീഡം ഒക്കെ കിട്ടുന്ന സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നോർമലി നമ്മൾ എല്ലാവരുടെയും ഒരു വിചാരം എന്ന് പറയുന്നത് ഇപ്പോൾ +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് മാത്രം പ്രിപ്പയർ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകളും. അവരോട് ആക്ച്വലി എന്തായിരിക്കും വൈഷ്ണവിന് പറയാനുണ്ടാവുക? എന്തായാലും ഓരോന്നായിട്ട് കൊണ്ടുപോകുന്നതിലും ചെറിയ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ട് ഒരു വർഷം ഫുള്ള് ജയിക്ക് മാത്രം കാണിട്ട് ലാസ്റ്റ് ശരിക്കും ആ ഒരു ഇയർ നഷ്ടപ്പെട്ടു പോവല്ലേ, അങ്ങനെ തോന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഒപ്പം പഠിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു പെർസെന്റേജ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ബോർഡിൽ ഇപ്പൊ എന്തായാലും അത്യാവശ്യം ഒരു മാർക്ക് ആർക്കായാലും കിട്ടും. അത് അത്ര ഒരു പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. ഞാനിപ്പോ എഴുതിയിട്ടില്ല എന്നാലും പറയുന്നു. അപ്പൊ രണ്ടും ഒന്നിച്ചുകൊണ്ടാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് സിലബസ് അല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ ബോർഡ് എക്സാമിന് ഒരു സിലബസും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ജെഇ മെയിൻ നമ്മൾ വേറെ സിലബസും അല്ലല്ലോ പഠിക്കുന്നത്. രണ്ടും ഒരേ സിലബസ് അല്ല നമ്മൾ പഠിച്ചു പോകുന്നത്. ഒരേ സിലബസും ആണ്. പിന്നെ ബോർഡിൽ ഇപ്പൊ ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് തന്നെയല്ലേ ജെഇയിലുള്ളൂ. അതെ, ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്ത സബ്ജക്ട്സ്. ഓക്കെ. മോക്ക് എക്സാമുകൾ നമ്മളിപ്പോൾ ജെഇ മെയിൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയല്ലേ? വളരെ ലോ സ്കോറിംഗ് ആണ്, വളരെ കോമ്പറ്റേറ്റീവ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മോക്ക് എക്സാമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. വൈഷ്ണവിന് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ധാരാളം മോക്ക് എക്സാമുകൾ എഴുതിയിട്ടുണ്ടോ വൈഷ്ണവ്? ഞാൻ അത്യാവശ്യം നല്ലോണം മോക്ക് എക്സാം എഴുതിയിട്ടുണ്ട്. ചോദിച്ചെന്നെ കൂടുതൽ തരുകയും ചെയ്തിട്ടുണ്ട്.
അത് മോക്ക് എക്സാം എഴുതുമ്പോഴേ ശരിക്കും ഫസ്റ്റ് എഴുതി തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവണ പോലെ തോന്നും. കാരണം ലോ സ്കോറിങ് എക്സാം തന്നെയാണ് ജി. അപ്പോൾ മോക്ക് എക്സാം എഴുതാൻ തുടങ്ങിയിട്ട് 300-ല് എന്താ 150 റേഞ്ച് ഒക്കെ തന്നെ നല്ലത് എന്ന് പറയണം. അപ്പൊ തുടക്കത്തിൽ അതും എത്തണില്ലാണ്ടാവുമ്പോ ഒരു ഭയങ്കര ഒരു ഡൗൺ ആവണ ഫീൽ ഉണ്ടാവും. അപ്പോ മോക്ക് എക്സാം എഴുതാണ്ട് ലാസ്റ്റ് ജെയിൻ എടുക്കുമ്പോ ഒരു 2-3 മോക്ക് ടെസ്റ്റ് മാത്രം എഴുതി അതിൽ ഇങ്ങനത്തെ സ്കോർ ആണെങ്കിൽ ആള് ആകെ ഡൗൺ ആയി പോകൂലേ. പകരം ഇങ്ങനെ മോക്ക് എക്സാം എഴുതി ആ ഒരു ശൈലിയിൽ വന്ന് എല്ലാ ചാപ്റ്റേഴ്സും കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നത്. മോക്ക് ടെസ്റ്റ് എഴുതാൻ തന്നെ ഒരു ബെറ്റർ സ്ട്രാറ്റജി. ഓക്കെ, ഈ മോക്ക് എക്സാമിൽ ഇപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ മാത്രമാണ്, സൈലം മാത്രമാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള CBT എക്സാമുകൾ നടത്തുന്നത്. CBT എക്സാമുകൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും നമ്മുടെ ജെയ്ക്ക്? അത് ജെയ് എന്തായാലും ഒരു CBT എക്സാം ആണല്ലോ. അപ്പോൾ ഒരു പേനയും പേപ്പറും വെച്ച് എഴുതുന്ന എക്സാമും CBT തമ്മിലുള്ള വ്യത്യാസം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൽ സമയം എങ്ങനെയാ മാനേജ് ചെയ്യുക, അതെല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും CBT ടൈപ്പ് എക്സാംസ് എഴുതുന്ന ഒരു GIB എക്സാംസ് അതിലൊക്കെ നല്ലൊരു സ്ട്രാറ്റജി ആയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ phase 1 നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ ഉണ്ട് വൈഷ്ണവിന് അല്ലേ? ഇനിയിപ്പോൾ phase 2 വൈഷ്ണവ് എഴുതുന്നില്ലേ? എഴുതും. അതായത് ഇതിന് മുകളിലൊരു സ്കോറിലേക്ക് അല്ലെങ്കിൽ 99.9% അല്ലെങ്കിൽ 100% നമ്മളിപ്പോൾ ലക്ഷ്യം വെക്കുന്നത്, ശരിയല്ലേ? ഉറപ്പായിട്ടും മേലേക്ക് പോകാൻ ആഗ്രഹം. വൈഷ്ണവ് എങ്ങനെ ആക്ച്വലി നമ്മുടെ സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അത് 10th ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ് വെച്ചിട്ട് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഇങ്ങനെ പറഞ്ഞതാ, ഒന്ന് ട്രൈ ചെയ്യാ, ജെയ്ക്ക് പഠിക്കുക, സൈലത്തിൽ ചെല്ലുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ശരിക്കും ആ നേരം എൻട്രൻസ് എന്താണെന്നോ ജെയ് എന്താണോ നീറ്റ് എന്താണോ ഒന്നും അറിയില്ല. അപ്പൊ ഏതായാലും പേര് കൊടുക്കാം, ഒരു എക്സാം എഴുതല്ലേ ചെയ്യണ്ടുള്ളൂ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ വന്ന് എഴുതി. അത്യാവശ്യം കുഴപ്പമില്ല, ഇത്തിരി സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ട്. എന്നിട്ടാ ഞാൻ ശരിക്കും നോക്കണേ ജെയ് എന്താന്ന്. അപ്പോഴാണ് ശരിക്കും ജെയ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് അറിയുന്നത് തന്നെ. ചെറുതായിട്ട് തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയ ജെയ് എന്തിനാന്ന്. എന്നിട്ട് ഹോസ്റ്റലിൽ എത്തിയപ്പോ അവിടെ 2-3 ചെക്കന്മാരുണ്ട് ശരിക്കും റീസെർച്ച് ചെയ്ത് വന്ന ടൈപ്പ് ആൾക്കാര്. അപ്പൊ അവരോട് സംസാരിച്ച് ജെയ് എന്താ, NIT IIT ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞ് ശരിക്കും ഇൻട്രസ്റ്റ് ആയി. പിന്നെ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഓക്കെ, സോ അപ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് ഇപ്പോൾ വൈഷ്ണവ് ഉള്ളത്. ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ജെയ് അഡ്വാൻസ്ഡ് ഒക്കെ എഴുതി ഇഷ്ടപ്പെട്ട ഒരു സ്വപ്ന ക്യാമ്പസിലെത്താൻ വൈഷ്ണവിന് കഴിയട്ടെ. ഇനി വരാൻ പോകുന്ന ആളുകളോട് എന്താ പറയുക? ഐ മീൻ ജെയ് മെയിൻ എഴുതി IIT-കളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ വൈഷ്ണവ്, വരാൻ പോകുന്ന സ്റ്റുഡൻസിനോട്? ഐ മീൻ ഇപ്പോൾ +2 ബോർഡ് എക്സാമിനൊപ്പം തന്നെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും തെളിയിച്ച ഒരാളാണല്ലോ വൈഷ്ണവ്. അപ്പോൾ അതുകൊണ്ട് ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും ചിന്തിക്കും, ഞാൻ പറഞ്ഞില്ലേ +2 ബോർഡ് എക്സാം കഴിഞ്ഞ് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ഉണ്ട്. അപ്പോൾ അവരോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വൈഷ്ണവിന് പറയാം. ഇത് ശരിക്കും എനിക്ക് അത്ര ഭയങ്കര കഴിവുള്ള മാതിരിയല്ല. ഇതൊരു ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുക, അത്ര തന്നെ ചെയ്താൽ ലൈക്ക് ടഫാണ് എന്തായാലും. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആക്കാൻ ടഫ് ആവും തോറും ബാക്കിയുള്ളവർക്കും ടഫ് ആവുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്താൽ എന്തായാലും കിട്ടും അത്. ഓക്കെ വൈഷ്ണവ്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇഷ്ടപ്പെട്ടൊരു ക്യാമ്പസിലേക്ക് എത്തിയത് നമുക്ക് വീണ്ടും കാണാം.